ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബി4ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ ആ ഒരു ഇങ്ക് അപ്ലൈ ചെയ്യുന്നുണ്ടല്ലോ, ആ ഒരു ഇങ്ക് എങ്ങനെ വളരെ സിമ്പിൾ ആയിക്കൊണ്ട് നമുക്ക് റിമൂവ് ചെയ്യാവുന്നൊരു മെത്തേഡാണ് കാണിക്കുന്നത്. അതിനായിട്ട് ഞാൻ ഒരു വെള്ളം എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഒരു 4 തീപ്പെട്ടിക്കുള്ളിൽ എടുത്തിട്ടുണ്ട്. ആ ഒരു തീപ്പെട്ടിയുടെ മരുന്നുള്ള ഭാഗം നമ്മൾ വെള്ളത്തിൽ മുക്കിയതിന് ശേഷം നമ്മളുടെ ആ ഒരു മഷിയുള്ള ഭാഗത്ത് നമ്മൾ സ്ക്രബ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ വീഡിയോയിൽ നിങ്ങൾ സ്ക്രബ് ചെയ്യുന്നത് കാണുന്നുണ്ടാകും. ഞാൻ ആദ്യം നെയിലിൻ്റെ മുകളിലുള്ള ആ ഒരു ഇങ്കാണ് പോക്കുന്നത്. അത് സ്ക്രബ് ചെയ്യാൻ തുടങ്ങുമ്പം തന്നെ അത് റിമൂവ് ആയി പോകുന്നുണ്ട്. കാരണം വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ്. അപ്പോൾ ഈ തീപ്പെട്ടിക്കുള്ളിൽ ജസ്റ്റ് ഒന്ന് നനയ്ക്കുക, നമ്മൾ ഇതേപോലെ ഒന്ന് സ്ക്രബ് ചെയ്യാം. വേറെ ഒന്നുമില്ല, ഇതിൽ വേറെ കെമിക്കലും കാര്യങ്ങളൊന്നും ആഡ് ചെയ്യുന്നില്ല. നമ്മൾ ഇത് വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്യുമ്പം പോകും. ഇത് വളരെ സിമ്പിളായിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് ഫാസ്റ്റ് ആക്കുകയാണ്, കാരണം ഇത് നമ്മൾ വേറെ കാര്യമായിട്ട് ഒന്നും പറയാനൊന്നുമില്ല. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡ് അത് ജസ്റ്റ് ഒന്ന് നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. ഇതേപോലെ സ്ക്രബ് ചെയ്യുമ്പോൾ ആ ഒരു ഇങ്ക് പോയതായിട്ട് നിങ്ങൾക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ടാകും. ഇനി നമ്മൾ ആ ഒരു തൊലിയിലുള്ള ആ ഒരു ഇങ്ക് കൂടി പോക്കണം. അതിന് നമ്മൾ വീണ്ടും തീപ്പെട്ടിക്കുള്ളി മരുന്ന് അതേപോലെ മുക്കിയതിന് ശേഷം നേരത്തെ ചെയ്ത അതേ പ്രക്രിയ തന്നെ നമ്മൾ ജസ്റ്റ് ചെറുതായിട്ട് സ്ക്രബ് ചെയ്യണം. നമ്മളിത് വലിയ ഫാസ്റ്റായിട്ട് ചെയ്യത്, കാരണം നമ്മൾ തൊലി പോകരുത്. നമ്മളിത് വീഡിയോ ഫാസ്റ്റ് ആക്കുമ്പോഴാണ് നിങ്ങൾക്ക് വളരെ ഫാസ്റ്റാണ്, ഭയങ്കര ഹാർഡായിട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവും. പക്ഷേ സോഫ്റ്റായിട്ട് ചെയ്താൽ മതി, അപ്പം തന്നെ പോകുന്നുണ്ട്. ഞാൻ ജസ്റ്റ് വീഡിയോ ഫാസ്റ്റ് ആക്കിയാണ്, കാരണം വെറുതെ വാരി ഒഴിച്ച് കൂട്ടിയിട്ട് കാര്യമില്ലല്ലോ. ഏതായാലും ഇങ്ങനെ ഒരു മെത്തേഡിലൂടെ നമുക്ക് ആ ഒരു ഇങ്ക് വളരെ പെട്ടെന്ന് തന്നെ പോകാൻ കഴിയുന്നുണ്ട്. എൻ്റെ കയ്യത്തെ ഇങ്ക് ഇപ്പോൾ മുഴുവനായിട്ട് പോയിട്ടുണ്ട്, നിങ്ങളിപ്പോൾ കാണാൻ കഴിയും. ജസ്റ്റ് ഒന്നും കൂടി കാണിച്ചു തരാം. ഇനി ചെറിയ കുറച്ച് ഭാഗം കൂടി ഉണ്ട്, അത് ജസ്റ്റ് ഞാൻ ഒരു തീപ്പെട്ടിക്കൊള്ളിയും കൂടി എടുത്ത് ജസ്റ്റ് ഒന്ന് ഇതാക്കുന്നുള്ളൂ. അപ്പം തന്നെ അത് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാകും. അപ്പോൾ ഇത്രയും വളരെ സിമ്പിളായിക്കൊണ്ട് തന്നെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആർക്കെങ്കിലും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഏതായാലും നമുക്ക് അടുത്ത പുതിയ വീഡിയോയുമായി കാണാം. ബൈ ബൈ.